ലോക റെക്കോർഡുകൾ എന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. അവയിലെ ചിലത് വളരെ വിചിത്രമായതും തീർത്തും അവിശ്വസനീയമായതുമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ലോക റെക്കോർഡുകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാരഷൂട്ട് ഇല്ലാതെ പ്ലെയിനിൽ നിന്ന് ചാടി വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ലൂക്ക് ഏക്കിൻസ്. 25,000 അടി ഉയരത്തിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ സാഹസികമായ ചാട്ടം. വലിയ വലവിരിച്ചിരുന്ന ലക്ഷ്യസ്ഥാനത്തേക്കാണ് ലൂക്ക് ലാൻഡ് ചെയ്തത്. കുറച്ചടി മാറിയാണ് വീണിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. സ്കീയിങ്ങിൽ അതിവിദഗ്ധനായ ഒരു വ്യക്തിയാണ് ഡേവിഡ് വൈസ്. ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റായ ഇദ്ദേഹം ഏറ്റവും ഉയരത്തിൽ സ്കീയിങ് ചെയ്ത് ലോക റെക്കോർഡ് നേടുകയുണ്ടായി. മുൻ റെക്കോർഡിനേക്കാൾ 10 അടി അധികം ഉയരത്തിലായിരുന്നു ഡേവിഡ് ചാടിയത്. അങ്ങനെ അദ്ദേഹം 43.5 അടി ഉയരത്തിൽ പറന്ന് ഹയസ്റ്റ് എയർ ഓൺ ഹിപ്പ് ജമ്പ് എന്ന വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. അതിവേഗത്തിൽ സ്കേറ്റിംഗ് ചെയ്യുക വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. എന്നാൽ 2016-ൽ കെയ്ൽ വെസ്റ്റർ എന്ന ഈ മനുഷ്യൻ ഏറ്റവും വേഗത്തിൽ സ്കേറ്റ് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി. പ്രൊഫഷണൽ സ്കേറ്ററായ ഇദ്ദേഹം പ്രൈവറ്റ് ട്രാക്കിലൂടെ 89.49 മൈൽസ് പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. എക്സ്ട്രീം സ്പോർട്സുകളിൽപ്പെട്ട ഒന്നാണ് സ്കൈ സർഫിംഗ് എന്നത്. ഈ ഇനത്തിലും ഒരു വ്യത്യസ്തമായ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കീത്ത് എഡ്വേർഡ് സ്നൈഡർ. 13,500 അടി ഉയരത്തിൽ നിന്ന് ചാടി ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ സ്പിന്നുകൾ ചെയ്ത വ്യക്തി എന്ന റെക്കോർഡ് ഇദ്ദേഹം സ്വന്തമാക്കി. 160 തവണ ആകാശത്ത് സ്പിൻ ചെയ്താണ് ഈ റെക്കോർഡ് സ്നൈഡർ നേടിയെടുത്തത്. സ്റ്റണ്ട് പൈലറ്റായ ഡാരിയോ കോസ്റ്റ എന്ന വ്യക്തിക്കും ഒരു വ്യത്യസ്തമായ റെക്കോർഡ് തന്റെ പേരിലുണ്ട്. ഒരു 4 ലൈൻ ഹൈവേ ടണലിലൂടെ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് കവർ ചെയ്തു എന്ന റെക്കോർഡാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. ട്രാഫിക്കോ വാഹനങ്ങളോ ഇല്ലാത്ത ടണലാണെങ്കിൽ പോലും ഒരു ചെറിയ പിഴവ് മതി ജീവൻ തന്നെ നഷ്ടപ്പെടാൻ. അങ്ങനെ 152.2 മൈൽസ് പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ച് ഡേവിഡ് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും റെക്കോർഡ് തന്റെ പേരിലാക്കുകയും ചെയ്തു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കീ ഫ്ലൈയിങ് റാമ്പ്. 24 നില കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ഇവിടെ 364 അടി വെർട്ടിക്കൽ ഡ്രോപ്പാണുള്ളത്. ഇങ്ങനെയുള്ള ഈ സ്ഥലത്താണ് സാമി കാൾസൺ സ്കേറ്റിംഗ് ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല അദ്ദേഹം ഇത് ചെയ്തത് തല തിരിഞ്ഞു നിന്നുകൊണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ച് ഒരു ലോക റെക്കോർഡ് കാൾസൺ നേടിയെടുത്തു. പാർക്കോറിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഡ്രെഡഡ് വാൾ ഫ്ലിപ്പ്. എന്നാൽ എറിക് എന്ന ഈ വ്യക്തിക്ക് ഇത് അനായാസം ചെയ്യാൻ സാധിക്കും. ചൈനീസ് ഷോയായ മിഷൻ ഇമ്പോസിബിളിൽ ഇദ്ദേഹം ഇത്തരമൊരു വാൾ ഫ്ലിപ്പ് ചെയ്ത് ലോക റെക്കോർഡ് നേടുകയുണ്ടായി. 14.4 അടി ഉയരത്തിൽ വാളിൽ ഓടിക്കയറുകയും ബാക്ക് ഫ്ലിപ്പ് ചെയ്ത് പുതിയ ചരിത്രം കുറിക്കുകയും ചെയ്തു. പുഷപ്പ് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു വിരലുകൊണ്ട് പുഷപ്പ് എടുക്കുക എന്നത് അത്യധികം കഠിനമായ കാര്യമാണ്. അത്തരത്തിൽ ഷീ ഗുസോങ് എന്ന ഈ വ്യക്തി 30 സെക്കൻഡുകൾക്കുള്ളിൽ 41 പുഷപ്പുകൾ എടുത്ത് എല്ലാവരെയും ഞെട്ടിക്കുകയും ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. സ്ട്രോങ് മാൻ ഇവന്റ്സിലെ വളരെ പ്രയാസമേറിയ ഒന്നാണ് ഹെർക്കുലീസ് ഹോൾഡ്. ഈ ഇനത്തിൽ മത്സരാർത്ഥികൾ 2 ഭാരമേറിയ തൂണുകൾ കൈകൊണ്ട് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഓരോ തൂണിനും ഏകദേശം 150 കിലോഗ്രാമോളം ഭാരമുണ്ടായിരിക്കും. ഇതിൽ റെക്കോർഡ് സ്ഥാപിച്ച വ്യക്തിയാണ് 54-കാരനായ മാർക്ക് ഫെലിക്സ്. 1 മിനിറ്റ് 32 സെക്കൻഡുകൾ തൂണ് ഹോൾഡ് ചെയ്താണ് ഇദ്ദേഹം ലോക റെക്കോർഡ് തന്റെ പേരിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് റെക്കോർഡാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.